നമ്മളിന്ന് വരക്കാൻ പോകുന്ന ചിത്രം ഒരു വീട് എങ്ങനെ വരക്കാം, അതേപോലെ തന്നെ ഓയിൽ പേസ്റ്റൽസ് കൊണ്ട് എങ്ങനെ കളർ ചെയ്യാമെന്നാണ്. ഓയിൽ പേസ്റ്റൽസ് പഠിക്കാൻ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു കളറിംഗ് ആണ്. ആദ്യമായി നമ്മളൊരു HB പെൻസിൽ ഇതേപോലെ വളരെ ലൈറ്റായിട്ട് വരച്ച് തുടങ്ങും. വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെൻസിൽ നന്നായിട്ട് ഷാർപ്പ് ചെയ്യണം. വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വരക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക. കളർ ചെയ്യുന്ന എല്ലാ ഇമേജും ലൈറ്റായിട്ട് വരക്കണം. ഇതേപോലെ വരച്ച് വെച്ചതിന് ശേഷം രണ്ട് ലൈനുകൾ തമ്മിൽ പേരൽ, ആ ലൈനും ഈ ലൈനും പേരലാണ്. അതേപോലെ തന്നെ തൊട്ടടുത്ത് ലൈന്, ഈ രണ്ട് ലൈനും പേരലാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന്, ആ ജോയിൻ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് വരക്കാം. ഈ ലൈനും താഴേക്ക് വരക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, എഡ്ജ് പോയിന്റിൽ നിന്ന് കുറച്ച് വിട്ടുമാറിയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പോയിന്റ് മെല്ലനെ കുറച്ച് ചെരിഞ്ഞ ലൈനാണ്, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനല്ല, ചെരിഞ്ഞ ലൈനാണ്. ഇവിടുന്ന് അതേപോലെ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്കും കുറച്ച് ചെരിച്ചിട്ട് വരച്ച് വെക്കുക. അടുത്തതായി നമ്മളതിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ വിൻഡോ, ആ ലൈന് വരയ്ക്കുമ്പോൾ സമയത്ത് കറക്റ്റ് വെർട്ടിക്കൽ ലൈനാണ്, അതിൻ്റെ പാരലായിട്ട് നമ്മളത് മറ്റൊരു ലൈൻ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ ഭാഗത്തുള്ള ആ ഒരു വോളിൻ്റെ മേലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് താഴേന്നേ വരച്ച് വെക്കുക. എപ്പോഴും വരക്കും വളരെ ശ്രദ്ധിക്കുക, അത് ഡബിൾ ലൈനാക്കി മാറ്റുക. ആ ലൈന് ഡബിൾ ലൈനാക്കി വരച്ചത് വെക്കുക. അടുത്ത ചെയ്യേണ്ടത് നമ്മളൊരു ലൈനാണ്, അത് നമ്മൾ ഗ്രൗണ്ട് ലൈനായിട്ടാണ് കണക്കാക്കുക. അത് നമ്മൾ വരച്ചിരിക്കുന്ന ഇമേജിൻ്റെ താഴെയുള്ള പോയിന്റിൽ നിന്ന് കുറച്ച് മേലെയായിട്ടാണ് വരച്ച് വെക്കേണ്ടത്. അടുത്ത് നമ്മൾ കളറിംഗ് ആണ്. ഇതേ വരച്ച് വെച്ച ശേഷം ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ നിങ്ങൾ മായ്ച്ചെടുക്കുക. കളർ തുടങ്ങുക, റെഡ് കളർ കൊണ്ട് മെല്ലെ ആ റൂഫ് ഏരിയയിൽ ഇതേപോലെ ഡാർക്ക് ലൈനായിട്ട് വരക്കുക. റെഡ് ഓയിൽ പേസ്റ്റൽസ് എടുക്കുക. റെഡ് ഓയിൽ പേസ്റ്റൽസ് എടുത്തതിന് ശേഷം ഇതിനെ മെല്ലെ ബോർഡർ വരച്ച് വെക്കുക. ബോർഡർ വരക്കുക. റെഡ് ഓയിൽ പേസ്റ്റൽസ് ഏത് കളർ ചെയ്യും, ഓയിൽ പേസ്റ്റൽസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബോർഡർ കറക്റ്റാണ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ പുറത്താവാതെ ശ്രദ്ധിക്കാം. രണ്ട് ഭാഗം അതിൻ്റെ ഓയിൽ പേസ്റ്റൽസിൻ്റെ എഡ്ജ് പോയിൻ്റ്, കാരണം അത് എഡ്ജിൽ ലൈന് വരയ്ക്കാൻ ശ്രമിച്ച് പഠിക്കുക. അതിനുശേഷം നമുക്ക് എടുക്കേണ്ട കളർ ഓറഞ്ച് കളർ എടുക്കുക. ഓറഞ്ച് കളർ വളരെ ലൈറ്റായിട്ട്, അതിനൊരു ആംഗിളൊന്നുമില്ല, ഇതേപോലെ നിങ്ങൾക്ക് ഹൊറിസോണ്ടലോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അതിനൊരു ഓർഡർ, പക്ഷേ സൈഡായിരിക്കണം വരച്ചിരിക്കുന്ന ഈ ലൈനിൻ്റെ സൈഡിൽ മെല്ലെ ഇതേപോലെ തന്നെ കളർ വളരെ ലൈറ്റായിട്ട് ഫില്ല് ചെയ്യാം. അധികം അമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് പാച്ചസൊക്കെ വന്നാലും സാരമില്ല. ഓയിൽ പേസ്റ്റൽസ് പഠിക്കുന്ന സമയത്ത് ഫുൾ ഫില്ല് ചെയ്ത് പാച്ചില്ലാതെ വരക്കാൻ കഴിയണമെന്നില്ല. എന്നാലും കഴിയുന്നതും പാച്ചില്ലാതെ വളരെ ലൈറ്റായിട്ട് അധികം സ്ട്രെയിൻ കൊടുക്കാതെ നിങ്ങൾ ഇതേപോലെ കളർ ചെയ്ത് വെക്കുക. വരച്ച് കഴിഞ്ഞാൽ തൊട്ട് ഇടത് ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുക. അതിൻ്റെ സെൻട്രൽ ഏരിയയിൽ വരുന്ന ലൈറ്റും പിന്നീട് നമ്മൾ യെല്ലോ കളർ എടുക്കുക. ഇതേപോലെ യെല്ലോ കളർ എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡ് ഇതേപോലെ ഫില്ല് ചെയ്യുമ്പോൾ ഓറഞ്ചിൻ്റെ ഏരിയ വരുന്ന സമയത്ത് അവിടെ കുറച്ച് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് മിക്സ് ചെയ്യുന്ന പോലെ തോന്നിക്കുക, കട്ടാവാതെ. കാരണം അതാണ് ജോയിൻ്റ് ഏരിയ, ഈ ഓറഞ്ചും യെല്ലോവും തമ്മിൽ ചേരുന്ന ഭാഗം. ഓറഞ്ചിൻ്റെ മേലെ കുറച്ചുകൂടി യെല്ലോ കൊടുക്കുക. അതെന്തിനാണെന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെൻഡിങ് ആയിട്ട് കാണാം. ഷെയ്ഡിങ് എന്ന് പറയുന്നത് രണ്ട് കളറുകൾ തമ്മിൽ കട്ടായി നിൽക്കാൻ പാടില്ല, ഒരു ബ്ലെൻഡഡ് ആയിട്ട് കാണാം. അത് വാട്ടർ കളർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം, ഇതേപോലെ. അതിനുശേഷം വീണ്ടും നമ്മൾ റെഡ് എടുക്കുക. ഇത് റൂഫിൻ്റെ ഭാഗത്തായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് റെഡ് തന്നെ എടുക്കുന്നത്. മൊത്തം കാണുമ്പോൾ നമുക്കൊരു ഓറഞ്ചിൻ്റെ ഷെയ്ഡിലൊരു ഇമേജിൻ്റെ കളറായിട്ട് കാണുക. അതേപോലെ തന്നെ റെഡ് ചെയ്തതിന് ശേഷം വയലറ്റ് കളർ എടുക്കുക. വയലറ്റ് കളർ ആ റൂഫിൻ്റെ തൊട്ട് വോളിൻ്റെ മേലെ വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡിങ് കൊടുക്കുക. അധികം അമർത്താതെ ഇതേപോലെ തന്നെ വരച്ച് ബോർഡർ വരച്ച് കൊടുക്കുക. ബോർഡർ വരക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്താണോ ലൈന് വരച്ചിരിക്കുന്നത് ആ ലൈനിൻ്റെ മേലെ കൊടുക്കുക. ഷെയ്ഡിങ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ട്, അതിനൊരു ആംഗിളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം ഏകദേശം ഒരു ഹൊറിസോണ്ടലായിട്ടാണ് വരക്കേണ്ടത്. അതിൻ്റെ പാതി വരെ വയലറ്റ് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുക്കേണ്ട കളറിൽ ലൈറ്റ് ബ്ലൂ എടുക്കുക. അതേപോലെ തന്നെ പല കളർ കൊണ്ടും നമുക്ക് വീടിൻ്റെ വോൾ വരക്കാം. ഞാനിവിടെ എടുക്കുന്നത് ലൈറ്റ് ബ്ലൂ ആണ്. ഈ ലൈറ്റ് ബ്ലൂ എടുത്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗം ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ജോയിൻ്റ് ഏരിയ, വയലറ്റിൻ്റെയും ബ്ലൂവിൻ്റെയും ജോയിൻ്റ് ഏരിയ വയലറ്റിലേക്ക് കുറച്ചുകൂടി ബ്ലൂ കയറ്റി ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, മെല്ലെ നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന സമയത്ത് വയലറ്റും ബ്ലൂവും ചെയ്യുന്ന ജോയിൻ്റ് ഒന്ന് അതിൻ്റെ മേലെ ഓവർലാപ്പ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുമ്പോൾ ആദ്യത്തെ സമയങ്ങളിലൊക്കെ പാച്ചൊക്കെ ഉണ്ടാവും, എന്നാലും വളരെ നീറ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക.
പിന്നീട് അതേ വയലറ്റ് കളർ റൂഫിൻ്റെ തൊട്ട് ഏത് കളർ ചെയ്യുമ്പോൾ അതിൻ്റെ ബോർഡറിൽ വരക്കണം. ബോർഡർ ലൈന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ പുറത്ത് പോവാതെ നോക്കാം. അതേപോലെ ബോർഡർ വെച്ചൊരു ഫിനിഷിംഗ് ഉണ്ടാവും. ചിത്രങ്ങൾ ഫിനിഷ് ചെയ്യുന്ന പോലെ തോന്നുന്ന ബോർഡർ വരുമ്പോഴാണ് ഓയിൽ പേസ്റ്റൽസിൽ. ഇതേപോലെ ലൈറ്റായിട്ട് വയലറ്റ് കൊടുക്കുക. അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു ആംഗിൾ സ്ട്രോക്സ് ആണ്. നമ്മൾ മരങ്ങൾ ചെയ്ത അതേ ആംഗിൾ സ്ട്രോക്സ് കൊടുക്കുക. 45 ഡിഗ്രി ആംഗിൾ കൊടുക്കുക. ജോയിൻ്റ് ഏരിയ ബ്ലൂ കളർ മെല്ലനെ ചെയ്തെടുക്കുക. ബ്ലൂ ചെയ്യുന്ന സമയത്ത് അതിനെ വയലറ്റുമായിട്ട് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതും ആംഗിളൊന്നുമില്ല, നിങ്ങളെ കൈ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് മെല്ലെ നമ്മൾ ഈ വീടിൻ്റെ ഒരു സൈഡ് മെല്ലെ ബ്ലൂ കളർ കൊടുക്കുക. ബ്ലൂ കളർ താഴോട്ട് വരുന്ന സമയത്ത് വളരെ ലൈറ്റാണ്. കൈയിൻ്റെ പ്രഷർ കുറക്കുക. പ്രഷർ കുറച്ചിട്ടാണ് നമ്മളിതിനെ ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിന് പുറത്ത് പോവാതെ ശ്രദ്ധിക്കുക. ആവശ്യാനുസരണം സ്പീഡ് കൂട്ടിയാൽ മതി. പഠിക്കുന്ന സമയത്ത് വളരെ ലൈറ്റാക്കുക. അടുത്ത നമ്മൾ എടുക്കേണ്ടത് ബ്രൗൺ കളർ എടുക്കുക. ഈ ബ്രൗൺ കളർ എടുത്തിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ 2 ഡബിൾ ലൈൻ വരച്ചിട്ടുണ്ട് അതില്ല. അതേപോലെ തന്നെ ഈ വിൻഡോൻ്റെയും ബോർഡർ വരക്കുക. വിൻഡോന് നമ്മൾ അതിൻ്റെ ഇടയിൽ 2 or 3 ലൈൻസ് കൊണ്ട് വിൻഡോൻ്റെ ഇത് കൊടുക്കാം. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് കുറേ പാച്ചസൊക്കെ ഉണ്ടാവും ആദ്യത്തെ സമയത്ത്. ആ ഡോറിൻ്റെ പാതി ഒരു ലൈന് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിക്കുക. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബ്രൗണും അതിൻ്റെ അതിൻ്റെ ഹാഫ് ഏരിയ യെല്ലോ കളറും കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പുറത്ത് പോകാതെ ശ്രദ്ധിക്കണം. പിന്നീട് റൂഫിൻ്റെ മേലെ റെഡ് കളർ എടുക്കുക. റെഡിൻ്റെ കളർ കൊണ്ട് ചെറിയൊരു വേവ് ലൈനുകൾ കൃത്യമായൊരു ഗ്യാപ്പ് വെച്ച് വരക്കാൻ ശ്രമിക്കുക. അതിന് കൃത്യമായ ലൈനുകളൊന്നും പെൻസിൽ കൊണ്ട് വരേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ ഇതേപോലെ തന്നെ ഈ റെഡ് കളർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് കളർ യെല്ലോ സ്റ്റാർട്ട് ചെയ്യാം. യെല്ലോ കളർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളരെ അധികവും പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ ലൈറ്റായിട്ട് ഗ്രൗണ്ടിൽ യെല്ലോ കളർ കൊടുക്കാം. യെല്ലോ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ലൈറ്റ് ഗ്രീൻ കൊടുക്കുക. ലൈറ്റ് ഗ്രീൻ ഇതേപോലെ ചെയ്തെടുക്കുക. ജോയിൻ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോയിൻ്റ് ഏരിയകൾ എപ്പോഴും ശ്രദ്ധിക്കുക. പെയിൻറ്റിങ്ങിലെയും ഓയിൽ പേസ്റ്റൽസിലെയും കളറിങ്ങിലായാലും 2 കളർ തമ്മിൽ ജോയിൻ്റ് ഏരിയ ബ്ലെൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യണം. എല്ലാ സ്ഥലത്തും കറക്റ്റ് ബ്ലെൻഡ് ആവണമെന്നില്ല, എന്നാലും ഒരു റഫായിട്ട് നമുക്കതിനെ ബ്ലെൻഡ് ചെയ്ത പോലെ തോന്നുന്നു. എന്നാലാണ് ഷെയ്ഡിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വീണ്ടും നമ്മൾ എടുക്കേണ്ടത് ഡാർക്ക് ഗ്രീൻ കൊണ്ട് എവിടെയാണോ ഒബ്ജക്റ്റ് ടച്ച് ചെയ്യുന്നത് ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ വീട് ആ വോൾ ടച്ച് ചെയ്യുന്ന ഗ്രൗണ്ടിനോട് ചേർന്നുകൊണ്ട് അവിടെ നമ്മൾ ഡീപ്പ് കൊടുക്കുക. അത് ഒരു ഷേഡോ എന്ന എഫക്റ്റിലേക്ക് പിന്നീട് പഠിക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾ തൽക്കാലം അത് ടച്ച് ചെയ്തതിന് ശേഷം ഗ്രീൻ. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ 3 കളർ ഉപയോഗിച്ചു. യെല്ലോ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. ഗ്രീനാണ് മിഡിൽ ടോണ്. ഗ്രീനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിനെ എടുത്ത് കാണിക്കാൻ വേണ്ടി അതിൻ്റെ ബോർഡറിൽ ഡാർക്ക് കൊടുക്കുക. വീടിൻ്റെ ബാക്കിൽ നമ്മൾ റൂഫിൽ ബാക്ക് സൈഡിലുള്ള ഒരു ബുഷായിട്ടുള്ള ഏരിയ കാണിക്കാൻ ഗ്രീന് കൊണ്ട് ഇതേപോലെ വരയ്ക്കുക. അത് വരച്ചതിന് ശേഷം 2 സൈഡും അതിൻ്റെ തൊട്ടടുത്ത് ലൈറ്റ് ഗ്രീൻ ഉപയോഗിക്കുക. ലൈറ്റ് ഗ്രീൻ ഇതേപോലെ ഫില്ല് ചെയ്യുക. വരയ്ക്കുമ്പം എന്ത് ചെയ്യുന്ന സമയത്ത് ബോർഡർ വരച്ചതിന് ശേഷം ഫില്ല് ചെയ്യാം. പിന്നീട് വയലറ്റ് കളർ എടുത്തിട്ട് മെല്ലെ ബോർഡർ നമ്മൾ വരച്ചിരിക്കുന്ന ഫിനിഷിംഗ് ലൈൻ അവിടെ നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഏത് കളറാണോ ഉപയോഗിക്കുക അതിന് ഡാർക്ക് ഉപയോഗിക്കാം. ഇനി ബ്ലാക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഏത് കളറാണോ നമ്മൾ ഉപയോഗിച്ച് അതുപോലെ ചെയ്യാം. പിന്നീട് നമ്മൾ റെഡിൻ്റെ ഏരിയ റെഡ് വീണ്ടും നമ്മൾ റെഡ് ഒന്നും കൂടി പ്രഷർ കൊടുക്കുക. അവിടെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊണ്ട് പഠിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്കൊരു വീടിൻ്റെ ഒരു ചിത്രം